നമസ്കാരം. ആര്യനാട് ഗ്രാമപഞ്ചായത്ത് അംഗം എസ് ശ്രീജ ആത്മഹത്യ ചെയ്തത് CPMന്റെ മാനസിക പീഡനത്തെ തുടർന്നെന്ന് ആരോപണം. ശ്രീജ സാമ്പത്തിക തട്ടിപ്പുകാരിയാണെന്ന തരത്തിൽ CPM ദിവസങ്ങളായി തുടരുന്ന പ്രചരണത്തിൽ മനംനൊന്താണ് ആത്മഹത്യയെന്നാണ് നാട്ടുകാർ പറയുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ശ്രീജ വീണ്ടും മത്സരിച്ചാൽ കോട്ടയ്ക്കകം വാർഡ് UDFന് തന്നെ ലഭിക്കുമെന്ന ആശങ്കയിലായിരുന്നു LDF. കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ ശ്രീജയ്ക്കെതിരെ CPM പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചിരുന്നു. വർഷങ്ങളായി CPMന്റെ കുത്തക സീറ്റായിരുന്ന കോട്ടയ്ക്കകം വാർഡ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായ കോട്ടയ്ക്കകം പേഴും കട്ടയ്ക്കാൽ വീട്ടിൽ ശ്രീജ മികച്ച ഭൂരിപക്ഷത്തോടെ നേടുകയായിരുന്നു. മികച്ച സാമൂഹ്യ പ്രവർത്തകയായിരുന്ന ശ്രീജ മണ്ഡലത്തിൽ നിരവധി വികസന പ്രവർത്തനങ്ങളുമായി സജീവമായിരുന്നു. സ്വകാര്യ ജീവിതത്തിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിനാൽ ചിട്ടി, മൈക്രോ ഫിനാൻസ് തുടങ്ങിയവയിൽ പങ്കാളിയായിരുന്നു. ഇത്തരം സാമ്പത്തിക ഇടപാടുകൾ ചൂണ്ടിക്കാണിച്ചാണ് CPM ശ്രീജയെ തട്ടിപ്പുകാരിയായി ചിത്രീകരിച്ചത്. മണ്ഡലത്തിലുടനീളം ഇത്തരത്തിൽ പ്രചരണം നടത്തുകയും പ്രതിഷേധ യോഗങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. CPMന്റെ ഈ ആക്രമണത്തിൽ മാനസികമായി തകർന്ന നിലയിലായിരുന്നു ശ്രീജ. കഴിഞ്ഞ ദിവസവും CPM കോട്ടയ്ക്കകത്ത് ശ്രീജയ്ക്കെതിരെ യോഗം സംഘടിപ്പിച്ചിരുന്നു. തുടർന്നാണ് രാവിലെ ശ്രീജയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മഹിളാ കോൺഗ്രസ് ഭാരവാഹിയായിരുന്ന ശ്രീജ വരുന്ന തെരഞ്ഞെടുപ്പിലും മത്സരിക്കാൻ തീരുമാനിച്ചിരുന്നു. UDF സീറ്റ് ലഭിച്ചില്ലെങ്കിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നും ശ്രീജ കോൺഗ്രസ് പ്രവർത്തകരോട് പറഞ്ഞിരുന്നു. കോട്ടയ്ക്കകം മണ്ഡലത്തിൽ ശ്രീജയുടെ വിജയം ഉറപ്പായതിനാൽ CPM ആശങ്കയിലായിരുന്നു. വർഷങ്ങളായി CPMന്റെ പക്കലിരുന്ന സീറ്റാണ് കഴിഞ്ഞ പ്രാവശ്യം ശ്രീജ പിടിച്ചെടുത്തത്.